ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് കുതിർത്താനായി 4 മണിക്കൂർ വെള്ളത്തിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്നതിന് ശേഷം വാഷ് ചെയ്തിട്ട് വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ അരിയും ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മട്ട അരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ഏലക്കയുടെ തോടെല്ലാം കളഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അരി എടുത്ത അതേ കപ്പിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് ഇനി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇത്രയും ലൂസായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അടുത്തതായി വേണ്ടത് ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാ കൊത്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ആദ്യം ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കിനി അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചും കൂടെ എടുക്കാം. പഴവും ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി വേണ്ടത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 3/4 കപ്പ്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരു നൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ശർക്കര എല്ലാം ഇവിടെ നന്നായിട്ട് ഇനി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ ചൂടോടുകൂടി തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മാവ് ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇച്ചിരി ഒന്ന് ലൂസായിട്ടാണ് മാവ് വേണ്ടത്.
മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കുറച്ച് പഴവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഗാർണിഷിങ്ങിനായി ഉപയോഗിക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തതിന് ശേഷം മാവിലെല്ലാം നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പലഹാരം തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിലെ അപ്പച്ചട്ടി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതിലേക്ക് ഞാൻ ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് മാവിൽ നിന്നും 1.5 സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും വഴറ്റി വെച്ചിരുന്ന പഴവും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ അത് കുക്കായി കിട്ടും. കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിനി ഒരെണ്ണം കൂടെ റെഡിയാക്കുന്നത് ഒന്ന് നോക്കാം. ഞാനിവിടെ ഈ സ്പൂണിലാണ് 1.5 സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തതും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതും അതിൽ നിന്നും മാറ്റാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ എല്ലാം ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പലഹാരം കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത്